അപ്പോൾ ക്ഷേത്രപ്രേമി അമ്പലപ്രേമി കേൾക്കുന്നുള്ളൂ വിചാരിക്കുന്നു. മൈക്കില്ല, അവരുടെ ഫാൻ ഇട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു ശബ്ദം എങ്ങനെയാണെന്ന് അറിയില്ല. കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. കൂടപ്പുഴ അമ്പലം. ഈ കൂടപ്പുഴ അമ്പലം പോലെ തന്നെ ഈ നമ്മുടെ ഈ കൊടകര വെള്ളിക്കുളങ്ങ റോഡിൽ വാസുദേവപുരം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ഒരു വാസുദേവപുരം അമ്പലമുണ്ട്, ഒരു പുഴയുടെ സൈഡിലാണ്. ഭയങ്കര ഭംഗിയായി അമ്പലം. പക്ഷെ അവിടുത്തുകാർക്ക് അത് അങ്ങനെ മനസ്സിലാവില്ല. കാരണം പുഴ ഉള്ളടത്ത് ഇല്ലാത്തവർക്ക് അതിൻ്റെ ഒരു വേദന അറിയുള്ളൂ. ഈ പുഴ നദികൾ എന്നൊക്കെ പറഞ്ഞാൽ പ്രകൃതി സ്നേഹം വേറെയാണ് നമ്മുടെ ഹൈന്ദവഗതിയിൽ. അതുകൊണ്ടാണ് ഈ പുഴകൾ വൃത്തിയാക്കണം എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഇപ്പോഴത്തെ 28 സ്റ്റേറ്റുകളിലും മുഖ്യമന്ത്രിമാർ കൃത്യമായിട്ട് തന്നെ ഒരു പ്ലാൻ തയ്യാറാക്കുക. അഴുക്ക് ജാലായിട്ട് ഒരു പുഴ നദി പോലെ ഇവിടെ കാണാൻ പാടില്ല. അധ്വാനം കൊടുക്കും നിങ്ങൾ അതിനുള്ളത്. അത് കൃത്യമായിട്ട് ഗവൺമെന്റ് കോൺട്രാക്ട് ആക്കൂ. അത് ഞാൻ പറഞ്ഞുതരാം. അത് പറഞ്ഞാൽ ഒരുപാട് ശത്രുക്കളുണ്ടാവും. തൽക്കാലം ഇങ്ങനെ പോട്ടെ, നിങ്ങൾ ഓർമ്മയിൽ വെക്കി. അതാണ് നമ്മുടെ നദികളും പുഴകളും. തമിഴ്നാട്ടിലുണ്ട് വൈഗൈ നദി അല്ലേ ഈ ചെന്നൈയിൽ അഴുക്കുചാലായിട്ട് കിടക്കുന്നത്. വൈഗൈ നദിയുടെ പ്രാധാന്യം അറിയോ തമിഴ്നാട്ടിൽ? അതാണ് ഈ ചെന്നൈയിൽ നിങ്ങൾ പോകുമ്പോൾ, ഈ ചെന്നൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ഒരു തുറമുഖ നഗരം മാത്രമാണ്. അതായത് ഈ തുറമുഖത്താണ് ഇവിടെ കംപ്ലീറ്റ് പരിപാടികൾ. നമ്മുടെ യഥാർത്ഥ നാഗരിക ടൗണൊന്നും ചെന്നൈയൊന്നും അല്ല തമിഴ്നാട്ടില്. എല്ലായിടത്തും അങ്ങനെയാണ് സംഭവിച്ചത്. നമുക്ക് മാറ്റം വരുത്തും. ബ്രിട്ടീഷുകാർ അങ്ങനെ ആക്കി എടുത്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കോക്രോച്ചുകൾ ഉണ്ടല്ലോ, കോൺഗ്രസ് മറ്റേ രാഹുൽ ഗാന്ധിയോട് പറയണം, ചേട്ടാ ഞങ്ങളുടെ യുവത്വത്തിന്റെ പ്രതിപക്ഷമാണ്, നിങ്ങൾ എന്ത് വെള്ളം ആരോപിച്ചു? അത് മറ്റേ ചൈനീസ് ഫണ്ട് വാങ്ങി, പാകിസ്ഥാൻ ഫണ്ട് വാങ്ങി, ബ്രിട്ടീഷ് ഫണ്ട് വാങ്ങി, ശ്രീലങ്കയുടെ ഫണ്ട് വാങ്ങി, അങ്ങനെയൊക്കെയാണ് നിങ്ങൾ ആരോപിച്ചു. അത് കുഴപ്പമില്ല. നിങ്ങൾ പോരാടുന്നത് പാർലമെന്റിലാ കോൺഗ്രസ്സുകാർ. അവിടെ നിങ്ങൾ ഇതിന്റെ പേരിൽ ഇങ്ങോട്ടല്ല വരണ്ടേ. അവിടെ ചോദ്യത്തിന് ഉത്തരങ്ങൾ പറയണം, അവിടെ കൃത്യമായിട്ട് ആരോപിക്കണം. അതിന് പകരം എന്ത് മറ്റേ FCR ബില്ല് പാസ്സാക്കാണ്ടിരിക്കാനുള്ള സൂത്രമാണ് ഈ തിരക്ക്. ഈ കോക്രോച്ചുകളുടെ കൂടെ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, സോണിയാഗാന്ധി ടീമുകൾ ഒക്കെ നിൽക്കണതിന്റെ കാരണം, ബ്രിട്ടാസൊക്കെ നിൽക്കുന്ന കാരണം. എൻ്റെ അമ്മേ, ഈ വാളയാർ കഴിഞ്ഞവരെ പൊസിഷൻ നോക്കും നിങ്ങൾ. പിന്നെ ഇത് മോദിക്ക് പറയാറില്ല, ഇദ്ദേഹത്തിന് സഹായിച്ചിട്ട് കാര്യമില്ല എന്നുണ്ട്. BJP-കാരെ എന്നോരെ സഹായിക്കുന്നത്. നിങ്ങൾ കോൺഗ്രസിനോട് പറയുന്നത് കോക്രോച്ച് യുവത്വപ്പോഴല്ല മനസ്സിലായ യുവത്വം ഈ നാട്ടിലുണ്ടെന്ന്. മോദിക്ക് ഇപ്പൊ മനസ്സിലായുള്ളൂ. മോദി യുവത്വത്തിന് ശത്രുവാണോ? ശത്രുവല്ല. കോൺഗ്രസ് പാർലമെന്റിൽ വരൂ, FCR ബില്ല് പോലുള്ള ബില്ലുകളെ കുറിച്ച് സംസാരിക്കും. അവരവിടെ ഇത് ചെയ്യട്ടെ, അവർ പ്രതിഷേധിക്കട്ടെ. അങ്ങനെയാണ് മോദി പറയേണ്ടത്. അതൊരു രാഷ്ട്രീയ നിരീക്ഷണം ഞാൻ പങ്കുവെച്ചെന്നുള്ളൂ.